മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. Letter to Romans chapter 8 verse 28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഒരു രാജാവിന്റെയും മന്ത്രിയുടെയും കഥ ഇങ്ങനെയാണ്. സുമുഖനും ബുദ്ധിമാനുമായ രാജാവിന് വിരൂപനും എന്നാൽ അതേസമയം അതിസമർത്ഥനുമായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇരുവരും വേട്ടയ്ക്ക് പോയി. ഒരു പേടമാനെ അമ്പെയ്യാനുള്ള ശ്രമത്തിൽ രാജാവിന് തന്റെ തള്ളവിരൽ നഷ്ടപ്പെട്ടു. രാജാവ് അതിവ്യസനത്തോടെ വിവരം മന്ത്രിയോട് പറഞ്ഞു. മന്ത്രിയും തന്നോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുമെന്ന് രാജാവ് കരുതിയെങ്കിലും മന്ത്രി പറഞ്ഞത് ഇതാണ്: ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ആ വാക്ക് കേട്ടപ്പോൾ രാജാവിന് മന്ത്രിയോട് കഠിന ദേഷ്യമാണ് തോന്നിയത്. അദ്ദേഹം മന്ത്രിയെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പിന്നീട് രാജാവ് ഒറ്റയ്ക്ക് യാത്രയായി. എന്നാൽ രാജാവ് ഒരുപറ്റം ആദിവാസികളുടെ പിടിയിലായി. അവർ ക്രൂരന്മാരായിരുന്നു. രാജാവിനെ ദേവിക്ക് ബലിയർപ്പിക്കാനായിരുന്നു അവരുടെ മൂപ്പന്റെ തീരുമാനം. എന്നാൽ ബലിവസ്തുവായ വ്യക്തിയുടെ ദേഹത്ത് ഒരു മുറിവോ ചതവോ ഒന്നും കാണരുത്. ഇതാണ് കാട്ടിലെ നിയമം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആളാണെങ്കിൽ അവനെ ബലിയർപ്പിക്കുകയില്ല. ഭാഗ്യം രാജാവിനെ തുണച്ചു. തള്ളവിരൽ നഷ്ടപ്പെട്ടതുകൊണ്ട് രാജാവിനെ അവർ വെറുതെ വിട്ടു. അപ്പോഴാണ് മന്ത്രി പറഞ്ഞ വാക്കുകൾ രാജാവിന്റെ ഓർമ്മയിൽ വന്നത്. പശ്ചാത്താപവിവശനായ അദ്ദേഹം പൊട്ടക്കിണറിനടുത്തേക്ക് ഓടി. ഭാഗ്യം, മന്ത്രി മരിച്ചിട്ടില്ല, സുഖമായി ആ പൊട്ടക്കിണറ്റിൽ ഇരിക്കുന്നു. രാജാവ് ഇട്ടുകൊടുത്ത കാട്ടുവള്ളിയിൽ പിടിച്ച് മന്ത്രി കരക്കെത്തി. രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എത്രയോ ശരിയാണ് മന്ത്രി. കയ്യിലെ ആ മുറിവ് എന്നെ ആദിവാസികളിൽ നിന്ന് രക്ഷിച്ചു. സംഭവം മുഴുവൻ വിശദീകരിച്ചു കേട്ടപ്പോൾ മന്ത്രി പറഞ്ഞു, എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അല്ലേ രാജാവേ? അങ്ങനെ ഈ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് എത്ര നന്നായി. അതുകൊണ്ട് എനിക്ക് ആ ക്രൂരന്മാരിൽ നിന്നും എന്റെ ജീവനെ രക്ഷിക്കാനും കഴിഞ്ഞല്ലോ. അതേ പ്രിയമുള്ളവരെ, എല്ലാം ദൈവം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.